ഇനി മുതൽ കയ്യിൽ കിട്ടുന്ന സാലറിയുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ പി എഫ് അഥവാ പ്രോവിഡൻറ്റ് ഫണ്ട് ഇത്രയും നാളും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരാളുടെ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസിൻ്റെ ടോട്ടൽ എത്രയാണോ അതിൻ്റെ 12% പി എഫ് ആയിട്ട് കണക്കാക്കുകയും അത് ടോട്ടൽ സാലറിയിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ടോട്ടൽ റെമ്യൂണറേഷൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കണം ഈ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് എന്നുള്ളത് ഒരു നിയമത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ പല കമ്പനീസും പി എഫ് എമൗണ്ട് കുറച്ച് കാണിക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് ബേസിക് സാലറി പ്ലസ് ഡി എന്നുള്ളത് ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് കാണിക്കുകയും അതിൻ്റെ 12% പി എഫ് ആയിട്ടും ഡിഡക്റ്റ് ചെയ്തു. ബാക്കി എമൗണ്ടിന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ട്രാവൽ അലവൻസ്, കൺവീനിയൻസ് അലവൻസ് അങ്ങനെ പല പേരിട്ട് സാലറി ആയിട്ട് എംപ്ലോയീസിന് തന്നെ കൊടുത്തിരുന്നു. എന്നാൽ ഈ നവംബർ 2025 നോട്ടിഫൈ ചെയ്ത സോഷ്യൽ സെക്യൂരിറ്റി ലേബർ കോഡ് സീനാകെ മാറ്റും. കാരണം ടോട്ടൽ സാലറിയുടെ അറ്റ്ലീസ്റ്റ് 50% വരുന്ന എമൗണ്ടിന് മുകളിലായിരിക്കണം ഇനി 12% പി എഫ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പുതിയ ലേബർ കോഡ് പറയുന്നത്. സോ എല്ലാവരും സാലറി സ്ലിപ്പ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പി എഫ് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടോട്ടൽ സാലറിക്ക് 50% താഴെയുള്ള എമൗണ്ടിന്മേലാണെങ്കിൽ ഇനി മുതൽ കൂടുതൽ പി എഫ് സാലറിയിൽ നിന്ന് കട്ടാവുന്നതായിരിക്കും. പിന്നെ പി എഫ് കൂടുതൽ കട്ടാവുന്നത് ഒരു മോശ സംഗതിയൊന്നുമല്ല. ഇപ്പോൾ കൈ കിട്ടുന്ന കാശ് കുറവാണെങ്കിലും റിട്ടയർമെൻറ്റ് സേവിങ്സ് കൂടുതലായിരിക്കും ജീവനുണ്ടെങ്കിൽ. സോ ഇതുപോലുള്ള കൊമേഴ്ഷ്യൽ അവയർനെസ് കോണ്ടന്റിന് വേണ്ടി FMK Basics ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.